സഹിക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ടല്ലേ സർ? കൈകാലൊക്കെ വിറയ്ക്കുന്നുണ്ടോ? എടാ താൻ അവിടെ മിണ്ടായിരുന്നേ. ആവശ്യമില്ലാതെ അങ്ങോട്ട് കയറി വന്ന് എല്ലാം കുളവാക്കിയിട്ട്. ആ ദൈവം അപ്പൊ എന്നെ അവിടെ എത്തിച്ചത്. ദൈവല്ലോടോ, പിശാച അവിടെ എത്തിച്ചത്. എടോ താൻ ആ നേരത്ത് കയറി വന്നില്ലായിരുന്നെങ്കിലേ അവന്റെ കള്ളത്തരം ഞാൻ കൈയോടെ പൊക്കിയനെ. ആരുടെ കള്ളത്തരം? ആ രഞ്ജിത്തിന്റെ. എടോ അവൻ താൻ കരുതുന്ന പോലെ പാവമൊന്നും അല്ല. അവൻ വെള്ളമടിക്കും. എടോ താൻ അങ്ങോട്ട് കയറി വന്നില്ലായിരുന്നെങ്കിലേ അവൻ വെള്ളമടിച്ച് തല കറങ്ങി നടക്കുന്നത് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുമായിരുന്നു. എന്തിനാ സാർ അങ്ങനെയൊക്കെ പറയുന്നത്? ആ പാവത്തിനെ കുടിപ്പിക്കാൻ നോക്കിയിട്ട് സാറിന് എന്ത് കിട്ടാനാ? എടോ തന്ത്രി താൻ വെറുതെ. എടോ തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? അവൻ ആ കാണിച്ച വിനയുണ്ടല്ലോ, തന്റെ മുമ്പിൽ കാണിച്ച അഭ്യാസമാണോ അഭ്യാസം? അത് കള്ളമാണ്. സാർ എന്തേലും കാണിച്ചിട്ട് ആ പാവത്തിനെ കുറ്റം പറയുന്നത് എന്തിനാ? അവൻ പാവോ? അവൻ പാവം. എടോ ആ പാവത്തിന് താൻ മടിയിലിരുത്തി അങ്ങ് ഒഞ്ചിക്കേ. എടോ ഫ്രോഡാണോ അവൻ, തനി ഫ്രോഡ്. താൻ നോക്കിക്കോ, എന്നെങ്കിലും ഒരിക്കലും അവന്റെ കള്ളത്തരം കൈയോട് പിടിച്ച് എല്ലാവരുടെ മുന്നിൽ കൊണ്ട് നിർത്തും. സൂര്യയുടെ കണ്ണു വെട്ടിച്ച് അവൻ അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. സർ, ആശുപത്രിയിൽ വെച്ച് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? അപ്പൊ എനിക്ക് വേണ്ടി സംസാരിച്ചത് ആരാ? ആ രഞ്ജിത്ത് സാർ അല്ലേ? നല്ലവനായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്? നന്ദിനി, അത് അവന്റെ അഭിനയാണ്. അങ്ങനെ എന്തിനു അഭിനയിക്കണം? ഞാൻ അയാളുടെ ആരാ? എന്നെ സഹായിക്കാൻ വേണ്ടി അയാളുടെ പെങ്ങളെയും അമ്മയും ഒക്കെ അയാൾ വെറുപ്പിക്കോ? സാറിന് അതാലോചിച്ചാ പോരെ? നന്ദിനി, താനേ ശരിയായ ക്രിമിനൽസിനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. എടോ അവരുടെ പെരുമാറ്റത്തിൽ അവരെ പിടിക്കാൻ പറ്റില്ല. പക്ഷേ പ്രവൃത്തി ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞു ഭ്രാന്ത് കയറി. അതുകൊണ്ട് എനിക്ക് കുടിച്ചേ പറ്റൂന്ന് പറയാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. സാർ, നമ്മുടെ തമ്മിലുള്ള കരാർ ഓർമ്മയുണ്ടല്ലോ സാറിന്? കുടിച്ചാ താനും കുടിക്കുന്നല്ലേ? ആ, എന്നാ അടുത്ത് വെച്ച് അങ്ങ് കുടിക്കും. എന്നിട്ട് ഇവിടെ തല കുത്തി അങ്ങ് നടക്ക്. എടോ എന്താ? എടോ എനിക്ക് തന്നോട് പിണക്കൊന്നുമില്ല. എന്റെ പ്രശ്നം മുഴുവൻ ദേ അവനോടാ. തനിക്ക് എന്നോട് പിണക്കുണ്ടോ? കുടിക്കാൻ നോക്കിയതിൽ കുറച്ച് പിണക്കുണ്ട്. എടോ എനിക്ക് കള്ളൊന്നും കുടിക്കേ വേണ്ട. എടോ അവൻ ആ കുപ്പി തുറന്ന് അങ്ങനെ എന്റെ മുമ്പിൽ കൊണ്ട് വെച്ചതാ. അതെങ്കിലും താനൊന്ന് വിശ്വസിക്കോ? ആ, അത് ചിലപ്പോ ശരിയായിരിക്കും. ആ, ഈ ദുബായിന്നോ അമേരിക്കന്നൊക്കെ വരുന്നവര് ചിലപ്പോ ഈ കുപ്പിയൊക്കെ കൊണ്ടുവരാറുണ്ട്. അല്ല, അത് കൊണ്ടുവന്ന് വെച്ചിട്ട് സാറെന്തിനെ തുറക്കാൻ സമ്മതിച്ചേ? ഞാനിത് കഴിക്കില്ലെന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? എടോ അത് അവന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേ നടത്തി. ഇതേ ആര് ടെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും കള്ളു കുപ്പിയുടെ അടുത്ത് പോവരുത്. എനിക്കത് കണ്ടാ സഹിക്കില്ല സർ. ആ ശരി, വിട് അതെല്ലാം വിട്ടുകളാം. അല്ല, അവന്റെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങുന്ന എന്തിനാ? എടോ തന്നോട് പിണങ്ങി കിടന്നാലേ എനിക്ക് ഉറക്കം വരില്ല. എനിക്കും അങ്ങനെയാ. എന്നാ പിന്നെ താൻ പിണക്കം തീർത്തിട്ട് കിടന്നോ. എങ്ങനെയാ പിണക്കം തീർക്കണ്ടേ? അതിപ്പോ ഞങ്ങൾ ആണുങ്ങളാണെങ്കിൽ പോട്ടളിയാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കും. അപ്പോ നമ്മള് തമ്മിലാണെങ്കിൽ താനേ നന്നായിട്ടൊന്ന് ചിരിച്ചാ മതി. അത്രേ വേണ്ടു. ആ, പക്ഷെ നന്നായിട്ട് ചിരിക്കണം. മതിയോ? ഇതല്ല ശരിക്കും സന്തോഷമായിട്ട്. ആ ചിരിച്ചേ. അത്രയ്ക്ക് വേണോ? എടോ ഈ കൃത്രിമമായിട്ടുള്ള ചിരി വേണ്ട. ഈ ആത്മാർത്ഥമായിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോരട്ടെ ഇതൊക്കെ. ഇനി കിടന്നാലേ തന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ എന്റെ മനസ്സിലുണ്ടാവൂ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. സർ, എന്താ?
സാറിന്റെ ചിരിക്കുന്ന മുഖ എന്റെ മനസ്സില്. മറ്റത് കൊള്ളില്ല. എന്താ? ഞാൻ ആരാന്ന് കരുതിയിട്ടാ നീ ഈ ചോദിക്കുന്നത്? എന്നെ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാ പിന്നെ മാറ്, ഞാൻ അകത്തോട്ട് കയറട്ടെ. അത് പത്മ മാഡത്തിനോട് ചോദിച്ചിട്ട് മതി. എടി പെണ്ണേ, നീ പത്മ മേടോന്ന് പറയുന്നതേ എന്റെ പത്മേച്ചിയെ. ഞങ്ങള് കുടുംബക്കാരാ. പുറത്തുനിന്ന് വന്ന ആളായതുകൊണ്ട് നിനക്ക് ചിലപ്പോ മനസ്സിലാവില്ല. അങ്ങോട്ട് മാറി നിക്ക്. പോട്ട് ഗംഗെ, ഈ കൊച്ചിന് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നീ അകത്ത് പോയിട്ട് പത്മേച്ചിയും ഏരിയേട്ടിനെയൊക്കെ വിളിച്ചോണ്ടോ. വാ. അത് ഇന്ദ്രജ മോളെ, ചിറ്റമ്മയെ മനസ്സിലായോടി? ആരടി ഇവർക്ക് വാതിൽ തുറന്നു കൊടുത്തത്? ഇവരോട് അകത്തേക്ക് കയറാൻ പറഞ്ഞത് ആരാ? വാതില് തുറന്നത് ഞാനാ. പത്മ മാഡത്തിനോട് ചോദിച്ചിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ കേട്ടില്ല. ഇവരെ വീട്ടിൽ കാണിച്ചു കൂട്ടിയതൊക്കെ നിനക്കും അറിയില്ലേ? എന്നിട്ടും നീ ഇവരെ അകത്ത് കയറ്റിയത് കരുതിക്കുട്ടിയല്ലേ? അയ്യോ, ആ കൊച്ചിനെ കുറ്റം പറയണ്ട. നമ്മള് കുടുംബക്കാരാണെന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയത്. അതിനിപ്പോ എന്താ കുഴപ്പം? മമ്മി നിങ്ങളെ കാണാൻ കാത്തിരിക്കായിരുന്നു. ആ, അതല്ലേ ഞാൻ വന്നത്. പത്മേച്ചിയോട് പറയാൻ ഒരു 100 കാരണങ്ങളുണ്ട് എനിക്ക്. എന്താ നിനക്ക് പറയാനുള്ള ആ 100 കാരണങ്ങള്?